ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. പത്തനംതിട്ടൻ്റെ റിവ്യൂ പറയാം, കുറേ ലേറ്റായി, സോറി. അപ്പം നമുക്ക് എന്താ വെച്ചാൽ റിവ്യൂ ഇല്ലേ, ഇവിടെ നയനേനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പിയും അതുപോലെ തന്നെ നവ്യയും ഗോവിന്ദനും കനകയും ഒക്കെ. പക്ഷേ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക, നന്ദു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ആദർശിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ് ഗോവിന്ദനും കനകയ്ക്കും. കാരണം നയൻ എന്തിനും ഇതൊക്കെ സഹിക്കുന്നു, ആ കുട്ടീനെ ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് സഹ്യ കെട്ടിട്ട് അങ്ങനെ പറയുകയാണ്, നീ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ സ്വയം നാണം കെട്ട് നിൽക്കുന്നത്, നിങ്ങളെന്തിനത് മറച്ചു വയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നവ്യയായിട്ട് നല്ല ഉഗ്രം വഴക്കുണ്ടാവും. നവ്യയും അഭിയും കൂടെ മാക്സിമം എന്താണ് ആദർശിനെ നാണം കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ എന്താണ് അതിനൊന്നും ഉത്തരം പറയേണ്ട, കാരണം ഇവരറിയല്ലോ എന്ന് വിചാരിച്ചിട്ട്, കാരണം ക്ഷമയോടുകൂടി നിൽക്കുകയാണ് നയനയും ആദർശും. അപ്പോൾ ഇവള് നന്ദു ചീത്തയും പറയുന്നുണ്ട്, ഇങ്ങനെ ഇതിനെപ്പറ്റി പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും അങ്ങനെ അവസാനം സഹി ഇട്ടിട്ട് ഇവർ രണ്ടാളും പിന്നെ നമ്മുടെ നയന സത്യങ്ങൾ മുഴുവൻ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അറിയാം അത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ല അമ്മേ, അത് പിന്നെ ആദർശേട്ടൻ അത് ഏറ്റെടുക്കുക, ആരുടെയും കുടുംബജീവിതം തകരാതിരിക്കാൻ ഞാനും ആദർശേട്ടനും കൂടെ അത് ഏറ്റെടുത്തതാണ് അറിയാം. പറയും എന്തിനാണ് അങ്ങനെ ചെയ്തത്, അവനവൻ സ്വയം നാണം കെട്ടിട്ട് ഇങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അറിയും അല്ലെങ്കിൽ ആകെ പ്രശ്നമാണ് അറിയാം. പറയും നിങ്ങൾക്ക് സത്യം അറിയുമെങ്കിൽ നിങ്ങളത് തുറന്ന് പറ എന്ന് പറയുന്നത് ഗോവിന്ദൻ. അപ്പോൾ പറയും അച്ഛാ അത് അബീൻ്റെ കുഞ്ഞാണ്, അബിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ, അല്ലാണ്ട് ആദർശേട്ടനല്ല. അപ്പോൾ വിവരങ്ങളൊക്കെ സത്യാവസ്ഥയൊക്കെ നമ്മുടെ പിന്നെ നയനെ പറയുന്നുണ്ട് ഗോവിന്ദനോടും കനകയോടും. അതിൽ ഗോവിന്ദൻ ആകെ സങ്കടമാവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ മാപ്പ് പറയുന്നത്, കാരണം ഒരാളുടെ കുടുംബജീവിതം നശിക്കാതിരിക്കുക. കാരണം ഇവൻ അബിക്ക് ഒരു സ്നേഹമില്ല നവ്യയോട് കുഞ്ഞിനോടും. പക്ഷേ അവൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് കുറേ കള്ളത്തരങ്ങളുണ്ട്, അതൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവളുടെ പിന്നാലെ നടക്കുന്നത് തന്നെ. അത് അവൾക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ അവൻ നമുക്ക് നന്നായി എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുകയാണല്ലോ എല്ലാവരും. അങ്ങനെ അപ്പോൾ നയനുള്ള സത്യങ്ങൾ മുഴുവൻ പറയണം. എല്ലാ ആദർശേട്ടൻ നിരപരാധിയാണ് അമ്മേ, നവ്യ ചേച്ചിയുടെ കുടുംബജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി ആദർശേട്ടൻ സ്വയം ഈ വിഴുപ്പ് ചുവന്നതാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേട്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ പിന്നെ ഗോവിന്ദനും പിന്നെ കനകയും. അവരങ്ങനെ തൊഴു കൂടി ആദർശൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇത്രയും നാൾ പറഞ്ഞതിന് മാപ്പ് തരണം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എപ്പിസോഡാണ് നാളെ വരാൻ പോകുന്നത്. എന്തായാലും ആ വിവരങ്ങൾ അവരെങ്കിലും അറിയണമല്ലോ, അല്ലാണ്ട് അവർ നാടകം കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് നാളത്തെ പത്രമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭനിദ്ര, എല്ലാവരും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കൊണ്ട് ഉറങ്ങുക.